മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 10:6-7 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 1 സാമുവേൽ chapter 10 verse 6-7. നമ്മുടെ ഇങ്ങനെയാണ് കാണുക: അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീ അവരോടൊത്ത് പ്രവചിക്കുവാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക, ദൈവം നിന്നോടുകൂടിയുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നീ വിധത്തിൽ ചിന്തിച്ച് ചഞ്ചലിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വാക്യത്തിൽ നിർദ്ദേശം തരികയാണ്. ദൈവാത്മാവിന്റെ പ്രേരണയ്ക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ട് യുക്തിപൂർവം ചിന്തിച്ച് യുക്തമെന്ന് ബോധ്യമാകുന്നത് തെരഞ്ഞെടുത്താൽ നാം അബദ്ധം പ്രവർത്തിക്കാനിടയാവുകയില്ല. ആത്മാവിനെ ഏൽപ്പിച്ചു എന്ന ഭാവത്തിൽ ചിന്താശൂന്യമായി പ്രവർത്തിക്കുന്നതും യുക്തിയും ബുദ്ധിയും മാത്രം മതിയെന്ന് കരുതി ദൈവാത്മാവിനെ അവഗണിക്കുന്നതും പാടില്ല. അവ ഒരുമിച്ച് പോകേണ്ടതാണ്. സാമുവേൽ സൗളിനെ രാജാവായി അഭിഷേകം ചെയ്തു. കൃഷിക്കാരനായി അന്നുവരെ ജീവിച്ച സൗളിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലായിരുന്നു. അപ്പോൾ സാമുവേൽ സൗളിനോട് പറഞ്ഞതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ചിന്താവാക്യം. സൗളിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, അപ്പോൾ യുക്തമെന്ന് തോന്നുന്നതെന്തോ അത് പ്രവർത്തിക്കാമെന്ന് പ്രവാചകൻ പറയുന്നു. വിശ്വസ്തനായ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ സ്വന്തം അനുഭവം ഇപ്രകാരം വിവരിച്ചു: സെമിനാരിയിൽ ചേരുവാൻ അപേക്ഷ അയച്ച ദിവസം വലിയ ചഞ്ചലിപ്പ് അനുഭവപ്പെട്ട തീരുമാനമെടുക്കുവാൻ വളരെ പ്രയാസം തോന്നി. അന്ന് 2 സ്നേഹിതരോടൊത്ത് രാത്രി 2 മണി വരെ പ്രാർത്ഥിക്കുവാനും ആലോചിക്കുവാനും സമയം ചെലവിട്ടു. രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ തെരഞ്ഞെടുപ്പിനെപ്പറ്റി നിശ്ചയം ലഭിച്ചിരുന്നു. ഇന്നും പതറാതെ തന്റെ ശുശ്രൂഷയിൽ ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ദൈവാത്മാവിന്റെ സഹായവും യുക്തിപൂർവ്വമുള്ള ചിന്തകളും പരസ്പരം പൂരകങ്ങളാണ്. അതൊന്നിച്ചു പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.